എന്നിട്ട് പോയി. എന്നെ കൊണ്ട് പോകണം. ആ കയ്യിൽ തെറിക്കുന്നുണ്ട്, ഇത് കയ്യിൽ തെറിക്കുന്നുണ്ട്. Happy Vishu. നമ്മുടെ വീട്ടിൽ കണിയും അമ്പലത്തിൽ കണിയൊക്കെ കണ്ട് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കൈനീട്ടം വാങ്ങി, പിന്നെ എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ കുറച്ച് ബന്ധുക്കളെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരാളവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ചിക്കൻ കഴിഞ്ഞിട്ടുണ്ടായ വരാൻ കുറച്ച് സമയം എടുക്കുകയാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് പച്ചക്കറീൻ്റെ പീടിയുണ്ട്. അപ്പം പറഞ്ഞ മോളെ അവിടെ ഉണ്ടാവും. നോക്കുമ്പോൾ രണ്ടും കൂടി ആയിട്ടുള്ളതാണ്. പക്ഷെ മൂപ്പർ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നേ ഇല്ല, പറ്റിച്ചാന്ന് വിചാരിക്കുന്നത്. പച്ചക്കറി പീടിയിൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നോക്കുമ്പോൾ അവിടെ രണ്ടും ഉണ്ട് സംഭവം. അതാണ് സംഭവം. പിന്നെ ആ വെയിലെല്ലാം കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്കെന്തോ തണുത്തത് കുടിക്കാൻ തോന്നിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു കോൾഡ് കോഫി വാങ്ങിച്ച് കുടിച്ചു.
ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. കുറച്ച് അധികം തന്നെ പണിയുണ്ട്. കാരണം ഞാൻ കുടുംബിനിയായ ആദ്യത്തെ വിഷുവാണിത്. അപ്പം പണ്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തിട്ട് ഫോണിൽ കളിച്ച് ഇരിക്കലാണ്. ഇപ്പം ഇനി കുടുംബിനിയല്ല, അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നീങ്ങണ്ടേ. അപ്പം ഞാൻ മാറ്റിയിട്ട് ഇനി ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തായിരിക്കും വരാം. അപ്പം ഓക്കെ, ബൈ. എൻ്റെ വീട്ടിൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, പാലട പായസം അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ അവിടെ അങ്ങനത്തെ ഉണ്ടായത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഏട്ടന് വെക്കേണ്ടത് കാരണം നല്ല ലേറ്റായി. നമ്മൾ രാത്രിയാണ് അവിടെ എത്തിയത്. രാത്രിത്തെ ഫുഡ് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ വേറെ സ്പെഷ്യലൊന്നും വേണ്ട, നമുക്ക് ചോറും കറിയൊക്കെ മതി എന്ന് പറഞ്ഞു. പൈനാപ്പിൾ കറി, ചിക്കൻ കറി, ചെമ്മീൻ വരട്ടിയത്, അച്ചാറ്, പപ്പടം. എനിക്ക് ഉച്ചക്ക് തിന്നതിനെ കാട്ടി അടിപൊളിയായിട്ട് ഇഷ്ടമായതാണ്. കാരണം പൈനാപ്പിൾ കറി, ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി കുറച്ചുണ്ടായ പടകൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.